ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഇന്ന് വളരെയേറെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമൊന്ന് നിങ്ങളുടെ ധ്യാനത്തിന് കൊണ്ടുവരാമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ വേളാങ്കണ്ണിക്ക് തീർത്ഥാടനമായി പോകുന്ന അനേകായിരങ്ങളുണ്ട്. നാട്ടിലും വിദേശത്ത് വരുന്ന നാട്ടിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന വേളാങ്കണ്ണിക്ക് പോവുകയാണ്. വേളാങ്കണ്ണിയിൽ വരുന്ന ആളുകളൊക്കെയും അനുഗ്രഹം പ്രാപിച്ചാണോ പോകുന്നത്? അനുഗ്രഹം പ്രാപിക്കാത്തതിന് എന്താണ് തടസ്സമെന്ന് ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഏത് തീർത്ഥാടനത്തിൽ പോയാലും അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം അനുഗ്രഹം പ്രാപിക്കുകയാണ്. പ്രത്യേകിച്ച് വേളാങ്കണ്ണിയിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ വിസ്മയകരമായ അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. സ്വർഗകവാടം തുറക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളാണ് വേളാങ്കണ്ണിയിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പിതാവായ ദൈവം, ആബാപിതാവ് പരിശുദ്ധ അമ്മയെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കണമെങ്കിൽ സ്വർഗത്തിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാര്യത്തിൽ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നവർ അനുഗ്രഹം പ്രാപിച്ചു പോകണം. അത് വിടുതലിൻ്റെയും രക്ഷയുടെയും അഭിഷേകത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇടമാണത്. അവിടെ കൃപയുടെ നിറവുണ്ട്. അവിടെ ഗലാത്യ 5:22-23 വചനത്തിൻ്റെ അഭിഷേകമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ തനി സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇതുപോലെയുള്ള അഭിഷേകത്തിന് നിറവുള്ള സ്ഥലത്തേക്ക് വേണ്ടത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആണോ നമ്മൾ പോകുന്നത്? അതേ മറ്റൊരു ആഘോഷമായ ഒരു വിനോദയാത്ര പോലെയാണോ പോകുന്നത്? അങ്ങനെയെങ്കിൽ വിനോദയാത്ര പോലെ ആണ് പോകുന്നതെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമാണ് നമ്മൾ കൈമുതലാക്കി മടക്കി പോരുന്നത് തിരിച്ചറിഞ്ഞു കൊള്ളണം. ഞങ്ങൾ കുര്യാക്കോസ് ബ്രദറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15 വർഷമായി വേളാങ്കണ്ണി പള്ളിയുടെ ധ്യാനകേന്ദ്രത്തിൽ മലയാള ധ്യാനം നടത്തുന്നുണ്ട്. ഡിവൈൻ ധ്യാനകേന്ദ്രം പോലെയുള്ള വലിയ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. മാസത്തിലെ 4 ആഴ്ചകളിലും അവിടെ ധ്യാനമുണ്ട്. ദൈവം സഹായിച്ച് അനുഗ്രഹിച്ച് മലയാള ധ്യാനം നടത്താനുള്ള പെർമിഷൻ നമ്മുടെ ധ്യാന ടീമിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാനിത് പറയാൻ കാരണം, ധ്യാനം കൂടി അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തികൾ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സമൃദ്ധി അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? വേളാങ്കണ്ണി മാതാവിനെ ആരോഗ്യമാതാവ് എന്നാണ് പറയപ്പെടുന്നത്. ആരോഗ്യമാതാവ് എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന സ്വർഗം തിരഞ്ഞെടുത്ത ഇടമാണത്. പ്രിയമുള്ളവരെ, എത്രയോ വലിയ രോഗം ബാധിച്ച ആളുകൾ ധ്യാനത്തിലൂടെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ധ്യാനം കൊണ്ട് നിർബന്ധമില്ല. ധ്യാനമാണെങ്കിലും 3-4 ദിവസം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അവിടെ തന്നെ. എന്നാൽ ഇപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴി മുട്ടൽ നീന്തുന്ന സ്ഥലത്തിൻ്റെ 12ാം സ്ഥലത്ത് നേരെ ബാക്കിലായിട്ടാണ് പള്ളിയുടെ ഈ ധ്യാനകേന്ദ്രം. വലിയ ഒരു ധ്യാനകേന്ദ്രമാണ്. 2 പേർക്ക് ഒന്നിച്ച് ധ്യാനിക്കാവുന്ന 2 ബെഡുള്ള ഒരു റൂം, എല്ലാവിധ ഫെസിലിറ്റി നല്ല രീതിയിലാണ് ധ്യാനം ചെയ്തു പോകുന്നത്, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് വചനം കേട്ട് വേർപാടിൻ്റെ മക്കളായി പോകുവാൻ സ്വർഗമൊരുക്കിയ ഈ സ്വീകാര്യമായ ഈ ശുശ്രൂഷയോട് വളരെയേറെ പോസിറ്റീവായി സഹകരിച്ച അനേകായിരങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു പോയിട്ടുണ്ട്. ധ്യാനത്തിന് വരുന്നവരും അപൂർവം ചില ആളുകളൊക്കെയും വേറെ ചില മൂഡിലൊക്കെ വരുമ്പോൾ, വേറെ ചില ഉദ്ദേശത്തോടൊക്കെ വരുമ്പോഴേ ധ്യാനത്തിൻ്റെയാണ് ഏറ്റവും ബാക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചൊരു ആരോഗ്യമാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആരോഗ്യമാതാവ് എൻ്റെ ആന്തരിക അവയവങ്ങളിൽ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വലിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് സൗഖ്യപ്പെട്ടു പോകും. ആ സൗഖ്യം പ്രാപിക്കാൻ സ്വർഗം ഈ പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ട്. എൻ്റെ ഉള്ളിലുള്ള രോഗങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ രോഗങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, എൻ്റെ ആത്മാവിൻ്റെ രോഗങ്ങൾ, അതിൻ്റെ കടങ്ങൾ, അതിനെനിക്ക് വേർപെടാൻ കഴിയാത്ത വിധം കിടക്കുന്ന അശുദ്ധി, മ്ലേച്ഛത, ആസക്തിയിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്ന ഇടം. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ വഴികളിലൂടെ, പരിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗം ലക്ഷ്യമാക്കി മാത്രം ജീവിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ടോട്ടൽ കൺസെപ്റ്റ് ഒന്ന് മാറും. അവിടെ ധ്യാനിച്ചു കഴിയുമ്പോൾ എത്രയോ വലിയ ഈ ആരോഗ്യമാതാവിലൂടെ എത്രയോ വലിയ വിടുതലും സൗഖ്യവും പ്രാപിച്ച അനേകായിരങ്ങളുണ്ട് നമ്മുടെ ധ്യാനത്തിലൂടെ. അതുകൊണ്ട് നമുക്ക് സാഹചര്യം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങളൊരു ധ്യാനം കൂടാൻ വേണ്ടി ശ്രദ്ധിക്കണം. തീർച്ചയായും എല്ലാ മാസവും പള്ളിയുടെ ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ ധ്യാനം കഴിയുമ്പോൾ തമിഴുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയുണ്ട്, അല്ലെങ്കിൽ കൊങ്ങിണി മറ്റ് ഭാഷയുള്ള ധ്യാനങ്ങളുണ്ട്. എല്ലാ മാസവും മലയാള ധ്യാനമുണ്ട്. നിങ്ങളെയും അതിന് ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യമുള്ള ഇടത്തേക്ക്. അവിടെ
ഈ ആരോഗ്യമാതാവ് എത്ര വലിയ രോഗപീഠകളിലും ബാധിച്ചിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി അമ്മയ്ക്ക് ഒരു വലിയൊരു താല്പര്യമുണ്ട്. നമ്മൾ അത് പാരമ്പര്യ രോഗങ്ങളാകട്ടെ, തളർവാദമാകട്ടെ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാകട്ടെ, ഉള്ളിലുള്ള ഏത് ആന്തരിക അവയവത്തെ ബാധിക്കുന്ന രോഗമാകട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, വിവാഹ തടസ്സമാകട്ടെ, മക്കളില്ലാത്തവരാകട്ടെ, അങ്ങനെയുള്ള എല്ലാവരിലേക്കും ഈ അഭിഷേകം കടത്തി വിടുവാൻ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അങ്ങനെ ധ്യാനം കൂടുവാൻ ഒക്കെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കുര്യാക്കോസ് ബ്രദറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ധ്യാനം നടക്കുന്നത്. ഞാൻ ഈ കുര്യാക്കോസ് ബ്രദറിൻ്റെ നമ്പറൊന്ന് പറയാം. ആ നമ്പർ ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. 9461386621. എൻ്റെ നമ്പറിലൂടെ വേണമെങ്കിലും നോട്ട് ചെയ്തുകൊള്ളുക. ബ്രദർ അബ്രാഹം 94 95 52 68 68. പ്രിയമുള്ളവരെ, നമ്മൾ ഈ അനുഗ്രഹം പ്രാപിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ലൂക്ക 1:38 സമർപ്പണമാണ് നരകം ഞെട്ടിവിറച്ചത്, ആത്മാക്കളെ രക്ഷിച്ചത്, സ്വർഗത്തിൻ്റെ കവാടം തുറന്നത് എന്ന് പറഞ്ഞാൽ അന്ന് വരെയും പാപത്തിന് അടിമയായിരുന്ന മനുഷ്യൻ യേശുവിൻ്റെ പിറവിയോടെ, യേശുവിൻ്റെ കുരിശു മരണത്തോടെ, യേശുവിൻ്റെ ഉദ്ധാനത്തോടെ, അവൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. മറിയത്തിൻ്റെ സമ്പൂർണ്ണമായ സ്വയംദാന സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവവചനത്തിന് മുൻപിൽ മറിയം തൻ്റെ എല്ലാം സമ്പൂർണ്ണമായി ടോട്ടൽ അടിയറ വെച്ചു. അങ്ങനെ ഏതൊരു വ്യക്തിയും ടോട്ടൽ അടിയറ വെച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാകും. അതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്കും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം വരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.